ഓം നമോ വിരാട് വിശ്വബ്രഹ്മണ്യ നമ. ഏവർക്കും നമസ്കാരം. ഞാൻ ഷിജു ആചാരി പവനൂർ, വിശ്വബ്രഹ്മ സമൂഹമഠത്തിൻ്റെ കർമാചാര്യനാണ്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പഞ്ചഭൂതങ്ങളിൽ ഏറെ പ്രിയങ്കരമായിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷ്മവും സ്ഥൂലവുമായി അനുഭവഭേദ്യമാകുന്ന ഒരു ഭൂതത്തെക്കുറിച്ചാണ്. ആ ഭൂതത്തിൻ്റെ പേര് ആകാശം എന്നാണ്. നമുക്കറിയാം, പഞ്ചഭൂതങ്ങളിൽ വളരെ മുന്നേ തന്നെ ഈ ഒരു പ്രപഞ്ചത്തിൽ നിലയുറപ്പിച്ച ഭൂത ഘടകമാണ് ആകാശം എന്നുള്ളത്. ആകാശം നേരത്തെ ഭൂമിയെക്കുറിച്ചും അതേപോലെ തന്നെ അഗ്നിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ആകാശത്തിനും ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രകമ്പനങ്ങളാണ്, ഓരോ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ആകാശത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ആകാശമണ്ഡലത്തിനെ 5 ത്രികോണങ്ങളാക്കിയിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ 5 ത്രികോണങ്ങളിൽ ആദ്യത്തെ മൂർത്ത രൂപത്തിൻ്റെ പേരാണ് ആകാശം, അല്ലെങ്കിൽ അവകാശ് എന്ന് പറയും. സംസ്കൃതത്തിൽ അവകാശ് എന്ന് പറയും. ആകാശം എന്ന് പറയുന്നത് നമുക്ക് ഭേദ്യമായിരിക്കുന്ന, കാണാൻ കഴിയുന്ന, തൊടാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ കണ്ണ് ഗോചരമായിരിക്കുന്നു ആ കണ്ണ് എത്തിപ്പെടുന്ന തലം വരെയുള്ള, അല്ലെങ്കിൽ ആ ഭൗതിക തലത്തിനെയാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. ഈ ആകാശം ആണ് നമ്മൾ എല്ലാവരും ഇന്ന് കാണപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ, നമുക്ക് കാണാൻ കഴിയുന്ന, നേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ആ ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തത് അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മുടെ മനോമണ്ഡലങ്ങളിൽ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ കർമ്മ ക്രിയകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മൾ ഒരു യാത്ര, മനോമണ്ഡലങ്ങളിലൂടെ നമ്മുടെ കർമ്മയാത്ര, നമ്മുടെ സ്വപ്നയാത്രകളൊക്കെ നടത്താറില്ല. അതേപോലെ തന്നെ ഈ അന്തരീക്ഷത്തിൻ്റെ ചിന്താമണ്ഡലത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, അന്തരീക്ഷ ചിന്താമണ്ഡലമാണ് അന്തരീക്ഷ ആകാശം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് ഭുവന ആകാശം. എന്താണ് ഭുവന ആകാശം എന്ന് പറയുന്നത്? ഭുവന ആകാശം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വിശ്വകർമ്മ ചിന്താഗതിയിലൊക്കെ ഉള്ളവർ പറയും ഭുവന വിശ്വകർമാവ് എന്ന് പറയുന്നത്. ഭുവന ആകാശം സൃഷ്ടിക്കപ്പെട്ട വിശ്വകർമാവിനെയാണ് ഭുവന വിശ്വകർമ്മ എന്ന് പറയുന്നത്. അതായത് പരബ്രഹ്മാവിൻ്റെ ആജ്ഞ ഉൾക്കൊണ്ടുകൊണ്ട് ഭുവനത്തെ, ഭുവനം എന്ന് പറയുന്ന ഭൂമി എന്നർത്ഥം, ഭുവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭുവന ആകാശമാണ്. അതായത് ദേവതകളുടെ മണ്ഡലം, അല്ലെങ്കിൽ ഗൃഹങ്ങളുടെ മണ്ഡലം, ഇവയൊക്കെ അടങ്ങിയിരിക്കുന്ന വലിയ ആ മണ്ഡലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭുവന മണ്ഡലം അല്ലെങ്കിൽ ഭുവന ആകാശം എന്ന് പറയുന്നത്. ഇത് സൃഷ്ടിക്കപ്പെട്ട വിശ്വകർമാവാണ് ഭുവന വിശ്വകർമാവ് എന്ന് കരുതുക. നാലാമത്തേത് സ്വർഗം. നാലാമത്തെ ആകാശം സ്വർഗമാണ്. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ആത്മീയ തലത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായി, മോക്ഷപദം. അതേപോലെ തന്നെ നമ്മൾ എല്ലാം സത്യമാണെന്ന്, എല്ലാം ഒന്നാണെന്ന് ബോധ്യപ്പെടുന്ന ആ ഒരു തലത്തിനെയാണ് നമ്മൾ സ്വർഗം എന്ന് പറയുന്നത്, സ്വർഗമണ്ഡലം എന്ന് പറയുന്നത്. അത് ഇതിനെ സ്വർഗ ആകാശം എന്ന് വിളിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് 5ാമത്തെ ആകാശത്തിനെയാണ് നമ്മൾ മഹാ ആകാശം എന്ന് പറയാം. മഹാ ആകാശം എന്ന് പറയുന്ന ആ 5ാമത്തെ തലത്തിൻ്റെ മറ്റൊരു പേരാണ് ബ്രഹ്മാണ്ഡം എന്നത്. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡ സങ്കല്പത്തിലേക്ക് ഈ സ്പേസിനെ കൊണ്ടുപോയി എത്തിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാകുന്നതിനാണ്, അല്ലെങ്കിൽ അത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വർത്തിക്കുമ്പോഴാണ് അതിനെ എന്തു പറയുന്നത്, ബ്രഹ്മാണ്ഡം അല്ലെങ്കിൽ മഹാ ആകാശം എന്ന് പറയുന്നത്. അപ്പം ശാസ്ത്രീയപരമായിട്ട് നമ്മൾ ഈ പറഞ്ഞ 5 ആകാശവും ഉണ്ട് എന്നാണ് ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ISROവും അതുപോലെ തന്നെ മറ്റ് എല്ലാ രാജ്യങ്ങളുടെയും ഗഗന വിക്ഷേപണ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളുകൾ പറയുന്നത്, ആ ഓരോ മണ്ഡലം കഴിയുമ്പോഴും അവിടെ എന്തുണ്ട്, പഞ്ചഭൂതങ്ങൾക്ക് അതിന് ചെറിയ ചെറിയ പോയിന്റുകളുണ്ട്. ആ ഒരു പോയിന്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ
ഈ 5 പോയിന്റുകളിൽ കൂടെ പഞ്ചഭൂതങ്ങളെ ആ സ്പേസിലും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂമിയെപ്പോലെയും അഗ്നിയെപ്പോലെയും ആകാശത്തിനും 5 പ്രധാനപ്പെട്ട നിലകളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.